പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ആദ്യം തന്നെ തീ പൂട്ടി കലത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുത്തു. അതിനുശേഷം ഞങ്ങളുടെ ചായ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തക്കാളി ചമ്മന്തിയുടെ മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയിലടിച്ച് സെറ്റാക്കണം. അങ്ങനെ ഞങ്ങളുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറുമുറ തിന്നാൻ പറ്റുന്ന നല്ല മുരിഞ്ഞ ദോശ റെഡിയായി. കുട്ടികൾക്കേറെ ഇഷ്ടപ്പെടുന്ന ദോശ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അങ്ങനെ ലഞ്ചിലേക്കുള്ള പരിപാടി തുടങ്ങുന്നു. അങ്ങനെ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു, നന്നായി തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ മോന് ചായ കുടിക്കാനിരുത്തി. അങ്ങനെ മോൻ ചായ കുടിക്കുകയാണ്. അതിനുശേഷം കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. തുണികളൊക്കെ ഒന്ന് മിഷ്യത്തിലിട്ടൊന്ന് കറക്കി. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തുണികളൊക്കെ തിരുമ്പി ഊരിപ്പിഴിഞ്ഞ് തോരയിട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ല ഫ്രഷായ ചാള കെട്ടിയിട്ടുണ്ട്. അതൊന്ന് മുളകിടണം. അങ്ങനെ നല്ല ഫ്രഷ് ചാള അങ്ങനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ചെറുള്ളിയും 2 തക്കാളിയും ഇഞ്ചിയും ചേർത്ത് മിക്സിയിലടിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചാറിന് കൊഴുപ്പ് കിട്ടും. അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞൊഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അങ്ങനെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. മിളകിൻ്റെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ചാള അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറി എന്തായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏകദേശം മീൻ കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് മീൻ മിളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് തൂളിച്ച് ഞങ്ങളുടെ സ്വാദിഷ്ടമായ ചാളമുളക് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി. നല്ല ചാള ഫ്രൈയും ചാള മുളകിട്ടതും റെഡിയായിട്ടുണ്ട്. അതിനുശേഷം മോളെ കുറച്ച് നേരം പഠിക്കുവാനിരുത്തി. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അതിനുശേഷം മോള് എഴുതി പഠിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാൻ ചെന്നു. അപ്പോൾ നന്നായി എഴുതി പഠിക്കുന്നുണ്ട്.